നിങ്ങളുടെ ശരീരത്തിന് വരാനിരിക്കുന്ന അവസ്ഥകൾ ഓർത്തുകൊണ്ട് നിങ്ങൾ അല്പം വന്ന് കരയണം. ചില ആളുകൾ ഒരു ഭാഗം തളർന്നു കിടക്കുന്നത്, ചില ആളുകൾ മിണ്ടാൻ കഴിയാതെ വർഷങ്ങളോളമായി കിടക്കുന്നത് ഇന്നും നമ്മുടെയൊക്കെ അറിവിലുണ്ട്. 4 കൊല്ലവും 10 കൊല്ലമൊക്കെയായി കിടപ്പിലാണ്. മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതുമൊക്കെ കിടപ്പറയിലാണ്. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ഇബ്കൂ അലാ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിന് വരാനിരിക്കുന്ന രോഗങ്ങൾ, ഒരു ഭാഗം തളരുന്നത്, കാഴ്ച നഷ്ടപ്പെടുന്നത്, കണ്ണ് കാണാത്ത ആളുകൾ കൈനീട്ടുന്ന അവസ്ഥകൾ, 5 റുപ്യ 10 റുപ്യ തരോ എന്ന് ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ മുസ്ലിമീങ്ങളെ? ആഴ്ചയിൽ 2-3 ഡയാലിസിസ് നടത്തുന്നവരെ, ഒരെല്ലായി ക്യാൻസർ പിടിച്ച് എല്ലായി കിടക്കുന്നവരെ കാണുന്നില്ലയോ ഉമ്മമാരെ? ഇബ്കൂ അലാ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിന് വരാനിരിക്കുന്ന അവസ്ഥകൾ ഓർത്തുകൊണ്ട് ഈ അവസ്ഥകളിലേക്കൊക്കെ കണ്ണോടിച്ച് അല്പമൊന്ന് കരയണം. ഖബില അൻ തബ്കിയ അഖാരിബുക്കും അലൈക്കും, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധപ്പെട്ടവരൊക്കെ നിങ്ങളുടെ അരികിൽ വന്ന് കരയുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കരയണം. ഭാര്യ മക്കൾ കരയും, ഉപ്പ എന്ന് വിളിക്കും, ഉമ്മ എന്ന് വിളിച്ച് കരയും. ഫഇന്നഹു ലാ യൻഫഉകും, ആ കരച്ചിൽ നിങ്ങൾക്ക് എത്ര ഉപകരിക്കും. വഇന്നമാ യബ്കൂന അലാ ഫൗതി തമത്തുഇഹിം ബിക്കും, അവരൊക്കെയും കരയുന്നത് നിങ്ങളെ കൊണ്ടുള്ള സുഖം നഷ്ടപ്പെട്ടതോർത്ത് ഇനി ആരാണ് ഞങ്ങളെ സംരക്ഷിക്കാനുള്ളത്, ഇനി ആരാണ് ഞങ്ങളെ വളർത്താനുള്ളത്, ഇത് പറഞ്ഞുകൊണ്ട് അവർ കരയും. മുസൽമാൻ, ലാ മിമ്മാ യുസീബുക്കും മിൻ അദാബിൽ ഖബർ, പടച്ചവനെ എൻ്റെ ഉപ്പയെ എൻ്റെ ഉമ്മയെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ എൻ്റെ വാപ്പയെ അവിടുത്തെ ഖബറിന്റെ സ്ഥിതി എന്താണ്? ചില ആളുകളുടെ ഖബറ് ഹയ്യത്തൻ വഅഖറബ, പാമ്പുകളും തേളുകളും കൊത്തിവലിക്കുമത്രേ, വല്ലാത്ത പുഴുക്കളിരിക്കുന്ന അവസ്ഥകൾ. മറ്റു ചില ആളുകളോ നീഖുൽ ഖബർ, ഖബർ കുടുസാക്കി കളയുന്ന ഖബർ ഇടുക്കുമത്രേ. ഇതൊക്കെ നമുക്ക് ഈ 3-4 നമ്മുടെ ഖബറിൽ കാണേണ്ടി വരും. ഒന്നുകിൽ ഖബർ നിറയെ പുഴുക്കളിരിക്കുന്ന പാമ്പുകളും തേളുകളും കൊത്തിവലിക്കുന്ന അവസ്ഥകൾ, അതല്ല എങ്കിൽ നീഖുൽ ഖബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീഇൽ കുടിച്ചു വെച്ചൊരു ഖബറിൽ കിടക്കുന്നത് സിദ്ദീഖ് തങ്ങളെ പോലെയുള്ള മുത്തുകൾ കണ്ടു. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഇന്ന് വരെ ഒരു ഖബറിലും അങ്ങ് ഇറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടില്ല. എന്തിനാണ് നബിയേ ഈ ഖബറിൽ അവിടുന്ന് ഇറങ്ങിക്കിടക്കുന്നത്? അല്ലയോ ഉമറേ, എൻ്റെ വാപ്പയുടെ കൂടെ കളിക്കാനും എൻ്റെ ഉപ്പയുടെ മടിയിലിരുന്ന് പുഞ്ചിരിക്കാനും അവിടുത്തെ താടിരോപം പിടിച്ച് കളിക്കാനും എനിക്ക് അല്ലാഹു തൗഫീഖ് തന്നില്ലല്ലോ. മാത്രമല്ല, എൻ്റെ ചെറുപ്രായത്തിൽ ഉമ്മാന്റെ ചാരത്തിരുന്ന് കളിക്കാൻ ഓടിക്കളിക്കുന്ന പ്രായത്തിൽ എൻ്റെ ഉമ്മ ലോകത്തോട് വിട പറയുമ്പോൾ പിന്നീട് എന്നെ പൊന്നുപോലെ വർഷങ്ങളോളം പോറ്റി വളർത്തിയ ഉമ്മയാണ് ഫാത്തിമ ബിന്ത് അസദ്, അലിയാർ തങ്ങളുടെ ഉമ്മ. ആ ഫാത്തിമ ബിന്ത് അസദ് എന്ന എൻ്റെ പൊന്നു പോറ്റുമ്മയുടെ ഖബർ പോറ്റുമ്മക്ക് വേണ്ടി കുടിച്ചു വെച്ച ഖബറാണിത്. ആ ഉമ്മാനെ ഖബർ എടുക്കരുത്, എൻ്റെ ഉമ്മയെ ഖബർ പിടിച്ച് നെക്കി കുടുക്കിപ്പോകരുത്. അതിനു വേണ്ടിയാണ് ഞാൻ ഖബറിൽ നിന്ന് ഇറങ്ങിക്കിടന്നത്. നോക്കു സഹോദരങ്ങളെ, ചില ആളുകളെ ഖബർ തന്നെ എടുക്കാൻ കാത്തിരിക്കുകയാണ്. മറ്റു ചില ആളുകളോ ഈ അഹബ്ബദൽ ജന്നതു വഖതീറബുഹാ ത്വയ്യിബത്തുൽ ബാദിദത്തുൽ ശറാബുഹാ. ചില ആളുകളെ അവര് സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്ന അവസ്ഥകൾ, അതുപോലെ അവരുടെ ഖബർ എന്തൊരു പ്രകാശമാണ്, എന്തൊരു വിശാലമാണ്, എന്തൊരു നൂറുള്ളതാണ്, എന്തുമാത്രം പുഷ്പങ്ങളുള്ള, എന്തൊരു ഹൈബത്തുള്ള ഖബറാണ്. മുസ്ലിമീങ്ങളെ,
ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? ഏതിനാണ് കിടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പണ്ഡിത ലോകം ചോദിക്കുന്നു, ഹയ്യത്തൽ വഅഖറബ, പാമ്പുകളും തേളുകളും കൊത്തിവലിക്കുന്ന ഖബറാണോ? ഇടുക്കമുള്ള ഖബറാണോ? അതോ വിശാലമായി കിടക്കുന്ന ഖബറാണോ? ബയ്യദ് സഹീഫതക സൗദാ ഫീ റജബിൽ ബിസാലിഹിൽ അമരിൽ മുൻജി മിനൽ ലഹബി ശഹ്റുൽ ഹറാമുൽ അതാ മിൽ അശ്ഹുരിൽ ഹുറബി ഇദാ ദഅല്ലാഹു ദാഇം ഫീഹി ലം യഖ്ബി. മഹാന്മാരായ പണ്ഡിത മുത്തുകൾ യുസല്ലി കുല്ല യൗമിൽ വലൈലത്തിൽ അൽഫ റക്അ, ഒരു ദിവസം 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന മുത്തുകൾ. സഹോദരങ്ങളെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. നമ്മൾ ദുആ ചെയ്യുന്നു, ഉസ്താദ് ദുആ ചെയ്യുന്നു, നമ്മൾ ആമീൻ പറയുന്നവരാണ്. പക്ഷേ ഈ മാസത്തിൽ പോലും ഓർത്തിട്ടുണ്ടോ നമ്മൾ? സാധുക്കളാണ് ഒരു ദിവസം 1000 റക്അത്ത് പോയി 11 റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടുണ്ടോ നാട്ടുകാരെ? അവസരം കിട്ടിയിട്ടുണ്ടോ നാട്ടുകാരെ? മനസ്സ് വന്നിട്ടുണ്ടോ പിതാക്കളെ? നോക്കൂ നിങ്ങൾ, ഒരു ദിവസം 1000കണക്കായ റക്അത്തുകൾ നിസ്കരിക്കുന്ന ആളുകൾ, ആ മഹാന്മാരാണ് പറയുന്നത്, അല്ലയോ മനുഷ്യ, ബയ്യദ് സഹീഫതക സൗദാ ഫീ റജബിൽ, റജബ് മാസത്തിൽ കറുത്ത് കിടക്കുന്ന ഏടുകളെ നിങ്ങൾ വെളുപ്പിക്കണേ. ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, ആളിക്കത്തുന്ന തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കളയുന്ന അമലുകളെ കൊണ്ട് നിങ്ങളുടെ ഏടുകളെ വെളുപ്പിക്കണേ. മഹാന്മാർ എഴുതി വെക്കുമ്പോൾ, ഓ പിതാക്കളെ, ആ റജബ് നമ്മോട് കഴിഞ്ഞു. ഇനി അടുത്ത റജബ് എന്ന് കോവിഡ് കാലത്തിന് ശേഷം എത്രയോ ചെറുപ്പക്കാരായ കുട്ടികൾ അറ്റാക്ക് മരണമെന്ന് പറയുന്നു. പിടഞ്ഞു മരിക്കുന്ന കാണുന്നില്ലയോ പിതാക്കളെ? സ്വന്തം ബാപ്പയെ പള്ളിപ്പറമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട മക്കളെ കണ്ടവരല്ലേ നമ്മൾ? ഉമ്മാനെ വലിച്ചെറിയുമ്പോഴും ആ ഉമ്മാന്റെ ഖബറിന്റെ അരികിലേക്ക് പോകാൻ പേടിക്കുന്ന മക്കൾ, അതിലേറെ ഉമ്മയുടെ ചാരത്തി നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പേടിക്കുന്ന മക്കൾ, ഖബറിലേക്ക് എടുത്തു വെക്കാൻ പേടിച്ച മക്കളെ കണ്ടവരാണ് നമ്മൾ. പോകട്ടെ, ഇന്ന് കാണുന്ന ഈ വെളിച്ചത്തിനുള്ള നമ്മുടെ നാട്ടിലെ ജീവിത വിശാലതയ്ക്കുള്ള വലിയ കാരണക്കാരാണ് പ്രവാസികൾ. ആ പ്രവാസികളായ സഹോദരങ്ങളെ കാട്ടിക്കൂട്ടിയിരുന്ന കാര്യങ്ങൾ മറന്നോ മുസ്ലിമീങ്ങളെ? മറന്നോ നാട്ടുകാരെ? വാതിലിന്റെ അരികിൽ കൊണ്ടുപോയി ഭക്ഷണം വെച്ച് ഓടുകയാണ് ഭാര്യ. പാവമാണ് ആ പ്രവാസി. ആ പ്രവാസിയെ 2 ആഴ്ചയും 40 ദിവസം വരെ 30 ദിവസമൊക്കെ വീടിന്റെ മുറ്റത്തുള്ള വാടക മുറിയിൽ താമസിപ്പിച്ചിരുന്ന കാഴ്ചകളും മറന്നോ മുസ്ലിമീങ്ങളെ നമ്മളൊക്കെ? എന്താണ് ഈ സ്ഥിതിഗതികൾ? ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, റജബ് നമ്മോട് വിട പറഞ്ഞുവെങ്കിൽ ഇനി വിധിയുണ്ടെങ്കിൽ അടുത്ത റജബിൽ ആരൊക്കെയാണുള്ളത് ഒരാൾക്കും ഒന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ മനുഷ്യ, കറുത്ത് കിടക്കുന്ന ഏടുകൾ നിങ്ങൾ വെളുപ്പിക്കണം റജബ് മാസം. ആ റജബ് നമ്മോട് വന്നിട്ട് വിട പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും 1 മണിക്കൂർ വേണ്ട പിതാക്കളെ, 5 മിനിറ്റ് ഒരു 5 മിനിറ്റ് കണ്ണീരൊടുക്കാൻ നമുക്ക് കഴിഞ്ഞോ? 10,000 വെന്തുരുകുന്ന കാലം, 10,000 വിറങ്ങരിക്കുന്ന കാലം. 4.5 വയസ്സുള്ള കുട്ടികൾ വാപ്പൊക്കുകയാണ്. പാല് കുടിക്കാനല്ല, ചായ കുടിക്കാനല്ല. ആ മക്കൾ വാപ്പൊക്കുന്നത് പച്ചവെള്ളം കിട്ടാനാണ്. ആ മക്കളുടെ വായിലേക്ക് വെള്ളം കൊടുക്കേണ്ട ഉമ്മ പിടഞ്ഞു മരിക്കുകയാണ്. കാണുന്നവരല്ലേ, പത്രം വായിക്കുന്നില്ലേ നമ്മളൊക്കെ? 10,000 പാവങ്ങൾ നിലവിളിക്കുന്ന, പിടയുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ
റജബ് മാസത്തിൽ ദീനിന്റെ മക്കളെ ഒന്ന് കരയാൻ നമുക്ക് സമയം പറ്റിയോ കിട്ടിയോ? ആരാണോ റബ്ബിലേക്ക് കൈ നീട്ടുന്നത് ആ റജബ് മാസത്തിൽ അല്ലാഹു അവരെ തട്ടുകയില്ല. ഇത്രയും വലിയ കനമുള്ള വാക്കുകൾ മഹാന്മാർ എഴുതി വെച്ചുവെങ്കിൽ ആ റജബ് കഴിഞ്ഞു, ശഅബാനിലെ പകുതിയും കഴിഞ്ഞു. ഇമാമുൽ ശാഫിഈ തങ്ങൾ ആലിമു ഖുറൈശിൽ യംലഉ തിബാഖൽ അർളി ഇൽമ, ലോകമാകെ വിജ്ഞാനം നിറക്കാൻ അവസരം കിട്ടിയ മുത്ത് ശാഫിഈ ഇമാമിനെ പോലെയുള്ള മഹാന്മാർ പറഞ്ഞു, ബറാഅത്തിരാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ്, വലിയ പുണ്യമുള്ള രാവാണ്. ആ രാവിൽ നമുക്കൊരു 5 മിനിറ്റ് കരയാൻ കഴിഞ്ഞോ? ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ആ രാവിലെ ഏതെങ്കിലും പിടയുന്ന കുട്ടികൾക്ക് വേണ്ടി ഒന്ന് കരഞ്ഞു ദുആ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയോ? 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചവരെ പിടഞ്ഞു വീഴുന്ന മക്കൾക്ക് നിന്റെ സലാമത്ത് കൊടുക്കണമെന്ന്, ഹിഫ്ള് കൊടുക്കണമെന്ന് ദുആ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയോ? ദീനിന്റെ മക്കളെ, ഈമാനുള്ള യുവാക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ എന്തിനാണിത് പറയുന്നത്? اقرئ كتابك يا عبدي على مغلي بنظر إليه ترى هل كان ما كان لما قرأت كتاب بل لا يغادر لي حرفا وما كان في سر بيعلانا. ദീനിന്റെ ചുറുചുറുക്കുള്ള മക്കളെ, പണ്ഡിത ലോകം ചോദിക്കുകയാണ്, ഇഖ്റഇ കിതാബക, മനുഷ്യ നിന്റെ ജീവിതത്തിൽ പ്രായപൂർത്തി എത്തിയതു മുതൽ നീ എത്രാമത്തെ വയസ്സിലാണ് ഇപ്പോഴുള്ളത്? 45 വയസ്സിലാണോ? 68 വയസ്സിലാണോ? ഈ 68 കൊല്ലത്തെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞത്, ആംഗ്യം കാണിച്ചത്, മറ്റുള്ളവരെ കളിയാക്കിയത്? എൻ്റെ പെങ്ങളെ, ഒരൊറ്റൊന്നും ഒഴിവാക്കാതെ കുറിച്ചു വെച്ച ഗന്ധം നമ്മുടെ കയ്യിലേക്ക് നൽകിയിട്ട്, മനുഷ്യ ഇഖ്റഇ കിതാബക, നിന്റെ ആ ഏടുകളൊന്ന് തുറന്നു നോക്ക്. അലാ മഹലി, സാവധാനം വായിച്ചാൽ മതി, ഓടാൻ സ്ഥലമില്ല. ഒരു കാലത്ത് എത്ര ആളുകളാണ് സന്ദർശിക്കാൻ വന്നിരുന്നത്, എത്ര ആളുകളാണ് ഹാജിമാരെ നമ്മുടെ വീട്ടിൽ കടം വാങ്ങാൻ വന്നത്, എത്ര ആളുകളാണ് നമ്മോട് സംസാരിക്കാൻ വന്നത്. ഇന്നാരുമില്ലല്ലോ. ഫഹത അലയ്യ തുർബ മൻ കുന്തു ഇൽഫഹു വദഅഹ വാനിമിൽ അലീമി കറാമതി. വലിയുപ്പയുടെ മുഖത്ത് വിരൽ ചൂണ്ടാത്ത മക്കൾ, ബാപ്പയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടാത്ത മക്കൾ. പക്ഷേ ആ ബാപ്പയെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ ഉപ്പാന്റെ മാറിടത്തിലേക്ക് മണ്ണ് വലിച്ചെറിയുന്ന മക്കളായി. വാപ്പയുടെ മുഖത്തേക്ക് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ചൊല്ലിക്കൊണ്ട് മണ്ണ് വലിച്ചെറിയുന്ന മക്കളാണ്. ഓർത്തു നോക്കും നമ്മൾ. ഈ വഅദ് പറയുന്നവന്റെ മക്കൾ എൻ്റെ നെഞ്ചത്തേക്ക് മണ്ണ് വലിച്ചെറിയാൻ പോകുന്ന സമയമുണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ കുട്ടികൾ എങ്ങനെ ചെയ്യോ? ഓർത്തു നോക്കൂ പിതാക്കളെ. എന്നാൽ പടച്ചവരെ, എൻ്റെ ഉപ്പ ഇസ്രാഫീലിന്റെ ഊത്ത് വരെ കിടക്കേണ്ടുന്ന വീട്ടിൽ ആദ്യത്തെ രാത്രി കിടക്കുകയാണ്. ആ ഉപ്പാക്ക് തണലായി തുണയായി ആദ്യ രാത്രി നേരം വെളുക്കുന്നത് വരെ, സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ ഉപ്പാന്റെ ഖബറിന്റെ പരിസരത്ത് ഞാനൊന്ന് ഇരിക്കട്ടെയോ? ഇത് പറയാൻ നമ്മുടെ തറവാട്ടിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ? ചോദിക്കുന്നത് ഞാനല്ല, മഹാന്മാരാണ്. ഒരു ദിവസം ആയിരക്കണക്കായ റക്അത്തുകൾ നിസ്കരിക്കുന്ന മഹാന്മാരാണ്. അവരാണ് പറയുന്നത്, മനുഷ്യ ഇന്ന് ഓടാൻ എങ്ങോട്ടും പോകാനുമില്ല. സാവധാനം തുറന്നു നോക്കൂ, സാവധാനം വായിച്ചു നോക്കൂ. ലമ്മാ ഖറഅതു കിതാബ്
ബല്ലാ യുഗാദിറു ലീ ഹർഫൻ വമാ കാന ഫീ സിർരിൻ ബയലാനാ. പടച്ചവരെ, ഞാൻ എൻ്റെ കിതാബൊന്ന് തുറന്നു നോക്കി, ലാ യുഗാദിറുനി, എനിക്കൊഴിവാക്കിയിട്ടില്ലല്ലോ, ഹർഫൻ വമാ കാന ഫീ സിർരിൻ ബയലാനാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഭാര്യ മക്കൾ പോലും അറിയാത്ത വിധത്തിൽ ചെയ്തു പോയ പറഞ്ഞുപോയ ഒന്നും ഇതിൽ ഒഴിവാക്കിയിട്ടില്ല അല്ലാ. ഇതെങ്ങാനും ബഅദ് പറയുന്നവർ പറഞ്ഞാൽ ഖാലൽ ജലീലു ഖുദൂഹു യാ മലായിക, മലക്കുകളെ, ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയണം. ദാഹിച്ചു പിടയുമ്പോൾ ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ കൊടുത്തു പോകരുതേ നിങ്ങൾ, കൊടുത്തു പോകരുതേ നിങ്ങൾ, കൊടുത്തു പോകരുതേ മലക്കുകളെ എന്നെങ്ങാനും അല്ലാഹു തആല നമ്മെക്കുറിച്ച് പറയുന്നുവെങ്കിൽ ഉപ്പാപ്പയുടെ ഹക്ക് കൊണ്ട് നമ്മ റബ്ബ് കാക്കുമാറാവട്ടെ, ഉപ്പാപ്പയുടെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ അനുജാ ദീനിന്റെ മക്കളെ, ഇത് ഓർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ആയിരക്കണക്കായ ഇബാദത്തുകൾ, റക്അത്തുകൾ നിസ്കരിക്കുന്ന മുത്തുകൾ അവർ കൈ നീട്ടിപ്പോയി റജബ മാസത്തിൽ. യാ റബ്ബി ലാ തുഖ്സിനാ യൗമൽ ഹിസാബി വലാ തജ്അൽ ലിനാരിക ഫീനൽ യൗമ സുൽത്താനാ. യാ റബ്ബി ലാ തുഖ്സിനാ, പടച്ചവരെ, എന്നെ നീ വഷളാക്കരുതേ അല്ലാഹ്. വിചാരണ ദിവസത്തിൽ എന്നെ നീ വഷളാക്കല്ല അല്ലാഹ്. വലാ തജ്അൽ ലിനാരിക ഫീനൽ യൗമ സുൽത്താനാ. ഈ പാവപ്പെട്ട എന്നെ നരകത്തിലേക്കുള്ള വിറകുകളിലും നീ പെടുത്തല്ല റബ്ബേ. നരകത്തിൽ കത്തിക്കപ്പെടാൻ വഖൂദുഹന്നാസ്, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തല്ല അല്ലാ. ഇതാരാണ് മുസ്ലിമീങ്ങളെ പറയുന്നത്? നളർതു ഇലാ റബ്ബി അയാനം ഫഖാല ലി ഹനിഅൻ ലിളാഇ അൻക യബ്ന സഈദി ലഖദ് കുൻത ഖവാമൽ إذا الليل قد جاء لعبرتي مشتاق وقلبي عميدي فدونك فاختر أي قصر تريده. സ്വർഗത്തിന്റെ ഫോട്ടോ അല്ല പിതാക്കളെ, സ്വർഗമാണ് കാണിച്ചു കൊടുക്കുന്നത്. സ്വർഗത്തിലെ കൊട്ടാരം കാണിച്ചു കൊടുത്തിട്ട്, സ്വർഗത്തിലെ പടവർഗങ്ങൾ കാണിച്ചു കൊടുത്തിട്ട്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാക്കത് ലിപ്പടം തിന്നാനും. പണമില്ല റബ്ബേ, വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസ് താമന്നാനെ, അത് നിന്റെ വക്കൽ മാത്രമാ ഹന്നാനെ. തടവ ഉസ്താദ് എഴുതിയെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് പാടിപ്പറഞ്ഞതാണ് പിതാക്കളെ. ആ സ്വർഗം പടച്ചവരെ, ദൂനക ഫഖ്തർ അയ്യ ഖസ്റിൻ തുരീദു. സുഫിയാൻ സൗരി തങ്ങളെ, ഏത് കൊട്ടാരമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഏത് തോട്ടമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ, തെരഞ്ഞെടുത്തോളൂ. ആ തോട്ടം വേണം, ആ കൊട്ടാരം വേണം. ആവശ്യമുള്ളത് പറഞ്ഞോളൂ. കാരണമെന്താ? ലഖദ് കുൻത ഖവാമൽ ഇദൽ ലൈലു ഖദ് ജാ ലിഇബ്റതി മുഷ്താഖിൻ വഖൽബി അമീദി. പാതിരാ സമയത്ത് സ്വന്തം ഭാര്യ മക്കൾ പോലും ഉറങ്ങുമ്പോൾ മണിക്കൂറുകളോളം എഴുന്നേറ്റുകൊണ്ട് ഇബാദത്തെടുത്ത് കാലിൽ നീര് വന്നില്ലയോ? നീര് കെട്ടിയില്ലയോ? ഓ പിതാക്കളെ, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നുവെങ്കിൽ സുബ്ഹിയുടെ 5 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുന്നവരാണ് നാമൊക്കെ എങ്കിൽ തൻ്റെ ഭാര്യ മക്കൾ അറിയുന്നു
അയൽപ്പക്കക്കാരറിയുന്നു. ഇനി ആരാണ് അറിയാൻ ബാക്കിയുള്ളത്? എന്നാൽ പാതിരാ സമയത്ത് ഭാര്യ മക്കൾ പോലും അറിയാത്ത വിധത്തിൽ 3-4 മണിക്കൂറുമൊക്കെയാണ് എഴുന്നേറ്റുകൊണ്ട് ഇബാദത്തെടുത്ത് കാലിൽ നീര് വന്നില്ലയോ? ഇദാ ലഖദ് കുൻത ഖവ്വാമൻ ഇദല്ലൈലു ഖദ് ജാ ലിഇബ്റതി മുഷ്താഖിൻ വഖൽബി അമീദി. അങ്ങനത്തെ നിങ്ങളെ അല്ലാഹു തആല കൊടുക്കുകയില്ലല്ലോ. ഇഷ്ടമുള്ള കൊട്ടാരം നിങ്ങൾ തെരഞ്ഞെടുക്കാം. ഇത് കേൾക്കാൻ അവസരം കിട്ടിയ മുത്തുകൾ അവരാണ് മുസ്ലിമീങ്ങളെ പറയുന്നത്. പാവപ്പെട്ട നമ്മോട് മനുഷ്യ താടിയും മുടിയുമൊക്കെ നരച്ചുപോയ പിതാക്കളെ, ഉമ്മമാരെ, നിങ്ങളുടെ കറുത്ത് കിടക്കുന്ന ഏടുകളെ നിങ്ങൾ വെളുപ്പിക്കണം. ഫി റജബിൻ, റജബ് മാസത്തിൽ. ആ റജബാണ് മുസ്ലിമീങ്ങളെ കഴിഞ്ഞുപോയത്. ഇനി ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട്, പടച്ചവനെ, റജബ് 30 ദിവസം എനിക്ക് ജീവിക്കാൻ നീ ഭാഗ്യവും തൗഫീഖും ആയുസ്സും തന്നിട്ട് എനിക്ക് വെളുപ്പിക്കണ്ട എൻ്റെ ഏടുകൾ. ഒരു 2 മിനിറ്റ് കരയാൻ എനിക്ക് സമയം കിട്ടിയോ? ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് പാതിരക്ക് എഴുന്നേറ്റുകൊണ്ട് കരയാൻ എനിക്ക് സമയം കിട്ടിയോ? شهر الحرام العطا من أشهر الحرم إذا دعا الله داع فيه لم يخبي. മുസ്ലിമീങ്ങളെ, റജബ് മാസത്തിൽ ആരാണോ കൈ നീട്ടുന്നത് ആ കൈകളെ അല്ലാഹു തട്ടുകയില്ല. ഇത് മഹാന്മാർ കാണിച്ചു, പഠിപ്പിച്ചു, പറഞ്ഞു തന്നു. പക്ഷെ ആ മാസം കഴിഞ്ഞുപോയി. ഇനി അടുത്ത റജബിൽ ആരുണ്ട് പിടുത്തമില്ല. അല്ലാ, ഞങ്ങൾക്ക് നീ ആയുസ് തരണേ റബ്ബേ. ഉപ്പാപ്പയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്കൊരു കൊല്ലം കൂടെ ആയുസ് നീട്ടിത്തരണേ അല്ലാ. സഹോദരങ്ങളെ, എനിക്ക് ഒരു ചരിത്രം പറഞ്ഞ് പെട്ടെന്ന് സമയം തികച്ചു പോകാൻ അറിയാത്തവനല്ല. നീ ഈ രാജ്യത്ത് തന്നെ കാതിരുപ്പാപ്പയുടെ പരിസരത്ത് നീണ്ട 28 കൊല്ലം മുമ്പ് വന്ന് വഅദ് പറഞ്ഞതിൻ്റെ ഓർമ്മയിലുണ്ട്. പരിസരങ്ങൾ വന്ന് വഅദ് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കൊല്ലങ്ങളായി നാട്ടുകാരെ. ഞാനിവിടെ ദീർഘമായി പറയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നമ്മൾ സാധുക്കളാണ്, നമ്മൾ പാവങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു മരിക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മഹാന്മാർ ഈ ഏടുകളെ വെളുപ്പിക്കുന്ന കാര്യം നമ്മോട് പറയുമ്പോൾ മനസാക്ഷി കുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. പടച്ചവനെ, എന്താണ് കഴിഞ്ഞുപോയല്ലോ. ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് ഉസ്താദുമാർ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട മാസങ്ങൾ, 1.5 മാസം കഴിഞ്ഞു. ഇനി വിധിയുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് 3 മാസത്തിൽ ഇനിയൊരു മാസം ഇതാ ഓടി ഒരു പറക്കുന്ന സ്വഭാവമായിരിക്കും. റമദാൻ വന്നു എന്ന് കേൾക്കാം, പിന്നെ പോയി എന്നും കേൾക്കാം, ചെറിയ പെരുന്നാളാണെന്നും കേൾക്കാം. ഇവിടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, സാധുക്കളായ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഏടുകളൊന്ന് വെളുപ്പിച്ച് ഒരാളെയും വെറുക്കാത്ത, ഒരാളെയും വെറുപ്പിക്കാത്ത പടമക്കാര് ദുആ ചെയ്യും. പടച്ചവനെ, ഒരൊറ്റ മനുഷ്യനെ വെറുക്കാത്ത, വെറുപ്പിക്കാത്തൊരു ഹൃദയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ എന്ന് പടമക്കാര് ദുആ ചെയ്യാറുണ്ട്. നമ്മൾ പാവങ്ങളാണ്, സാധുക്കളാണ്. നമുക്കും നമ്മുടെ ഖൽബൊന്ന് റാഹത്താവണം. ഒരൊറ്റ മനുഷ്യനോട് വെറുപ്പില്ല. റമളാനിലേക്ക് വരുമ്പോൾ ലോകത്തൊരാളോട് വ്യക്തിപരമായി പിണക്കമില്ല. യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ, മാതാപിതാക്കളോട് കണ്ണടച്ചു തുറക്കുന്ന സമയം പിണങ്ങുന്നത് ഹറാമാണ്, ഹറാമാണ്. ദീൻ പഠിപ്പിക്കുകയാണ്. അവന്റെ റജബ് അല്ലാഹു സ്വീകരിക്കൂ, അവന്റെ ശഅബാൻ അല്ലാഹു സ്വീകരിക്കൂ, അവന്റെ റമളാൻ അല്ലാഹു തആല സ്വീകരിക്കൂ. ഈ 27-ാം രാവ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രി വല്ലാത്തൊരു മഹത്തായ രാവ് സമയമാണെങ്കിലും ഏതെങ്കിലും ഒരാളോട് പിണങ്ങിയിട്ടാണോ ആ രാവിനെ സ്വീകരിക്കുന്നത്? ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. അല്ലാഹു തആല അവരിൽ നിന്ന് ഒരു ചെറുതും വലുതുമായ ഒന്നും സ്വീകരിക്കില്ല. ഐ ഫർളൻ വലാ സുന്ന, ഫർളും സുന്നത്തും ഒന്നും സ്വീകരിക്കില്ല. ഇത് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ യുവാക്കളെ,
ഒരു ഉമ്മയുടെ മക്കള് പോലും കാസർഗോഡ് ജില്ലയിൽ എത്താത്തത് എത്തിക്കൊണ്ടിരിക്കുന്നു. കാസർഗോഡ് ജില്ലയെക്കുറിച്ച്, മഹബത്തിന്റെ നാടിനെ കുറിച്ച് നല്ലതുപോലെ അറിയുന്നവരാണ് ഞങ്ങളൊക്കെ. കൊല്ലങ്ങളായല്ലോ വഅലിന് വരുന്നത്. കാസർഗോഡ് ജില്ലയിൽ വരെ ഒരു ഉമ്മയുടെ മക്കൾ പിണങ്ങുന്നുണ്ട്. ജ്യേഷ്ഠൻ നമ്മുടെ വാപ്പയുടെ സ്ഥാനത്താണ്. എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ഇക്ക, എൻ്റെ ഇക്കാക്ക എന്തൊക്കെ വിളിച്ചാലും അത് എൻ്റെ വാപ്പയുടെ സ്ഥാനത്താൽ. എൻ്റെ അനുജൽ എൻ്റെ മക്കളുടെ സ്ഥാനത്തുമാണെന്ന് ദീൻ പഠിപ്പിച്ചത്. അനുജനോട് പിണങ്ങരുത് സഹോദരാ, ജ്യേഷ്ഠനോട് അത്രയും പിണങ്ങരുത്. പിണങ്ങിയിട്ടാണോ ബാരിക ലനാ ഫി റജബ് എന്ന് ദുആ ചെയ്തു? തട്ടിക്കളയും നമ്മെ, അല്ലാഹു തആല സ്വീകരിക്കില്ല. നോക്കൂ നിങ്ങൾ, അരമണിക്കൂർ പോലും ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണങ്ങരുതേ എന്ന് പഠിപ്പിച്ച സുന്ദരമത ദീനുൽ ഇസ്ലാം. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൽ. കുടുംബത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത ചോരകൾ അനുജനോടോ ജ്യേഷ്ഠനോടോ പെങ്ങളോടോ പിണങ്ങിയിട്ടെങ്ങാനും ഈ ഭൂമിയിൽ നിന്ന് കണ്ണടഞ്ഞു പോയാൽ അവൻ സ്വർഗത്തിൽ കിടക്കുകയില്ല. സ്വർഗത്തിന്റെ വാസന പോലും ശ്വസിക്കാൻ അവന് സാധ്യമല്ല. ഇത് പഠിപ്പിക്കുന്നുവെങ്കിൽ എവിടെയാണ് സഹോദരങ്ങളെ? റജബ് കഴിഞ്ഞു, ശഅബാനിന്റെ പകുതിയും കഴിഞ്ഞു, ഇപ്പോഴും പിണങ്ങി നടക്കുന്ന മുസ്ലിമീങ്ങളുണ്ടത്രേ. വേദനിക്കുന്ന കഥകളല്ലേ, വേദനിക്കുന്ന മനസ്സുകളല്ലേ? ഓർത്തു നോക്കൂ നിങ്ങൾ. നിസ്കാരമുണ്ട്, എല്ലാമുണ്ട്, പിണക്കം അതിലേറെപ്പുറമാണ്. ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, എന്റെ മക്കൾ 2 കുട്ടികൾ 11 കൊല്ലം കഴിഞ്ഞു, അവര് മിണ്ടിയിട്ട് വേറെ ഒരു ആഗ്രഹം എനിക്കില്ല. എൻ്റെ മക്കൾ 2 പേരൊന്നും എൻ്റെ അടുത്ത് വരുന്നത് കണ്ടാൽ, രണ്ടാളും ഒരുമിച്ച് ജ്യേഷ്ഠനും അനുജനും കൂടി ഒരുമിച്ച് വീട്ടിൽ നിൽക്കുന്നു. വരുന്നത് 11 കൊല്ലമായി 2 ഞാൻ ഒരുമിച്ച് കണ്ടിട്ട്. എന്താണ് ആ ഉമ്മയുടെ കണ്ണുനീർ? എന്താണ് ആ ഉമ്മയുടെ വിഷമം? ആരോട് പറയും നാട്ടുകാരെ? ഒരു പേടിയില്ല, ഒരു പ്രശ്നവുമില്ല. പിണങ്ങിയിട്ടെങ്ങാനും കണ്ണടഞ്ഞു പോയാൽ ഖബർ പുടുക്കലരിക്കുമെന്ന് ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആബിദാണെങ്കിലും അവന്റെ ഖബർ പുടുക്കലരിക്കുമെന്ന് മഹാന്മാർ വിവരിക്കുന്നുണ്ട്. നാട്ടുകാരെ ആരോട് പറയാൻ? എന്താണ് സ്ഥിതിഗതികളൊക്കെ? ഒരു ഭാഗത്ത് മാതാപിതാക്കളോട് പിടങ്ങി നടക്കുന്ന, മാതാപിതാക്കളുടെ നെഞ്ചത്തെ ചവിട്ടുന്ന, മാതാപിതാക്കളുടെ മനസ്സ് തളർത്തിക്കളയുന്ന മക്കൾ പുതിയ തലമുറയിൽ കണ്ടുവരികയാണ്. വല്ലാത്ത വിഷമമുണ്ട്, വേദനിക്കുന്ന കഥകളാണ്. നിങ്ങൾ കേട്ട് കാണും. ഒരു ഉമ്മയുടെ തലയിലേക്ക് ചവിട്ടുന്ന 18 വയസ്സുള്ള പെൺകുട്ടി ആ ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടി, ആ ഉമ്മാന്റെ നെഞ്ചിലേക്ക് ചവിട്ടിയുമ്പോൾ, മോളെ, വേദന സഹിക്കാൻ കഴിയാത്ത ഉമ്മ മോളെ എന്ന് വിളിച്ചു. മുസൽമാൻ, നമ്മുടെ മലയാള മണ്ണിൽ നടന്ന കഥയാണ് ഞാൻ പറയുന്നത്. മോളെ, നിന്റെ ഉമ്മയാണ് നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. ആ 18 കഴിഞ്ഞ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഉമ്മാന്റെ കൂടെ പോകില്ല, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്. ഉടനെ തന്നെ ആ പെൺകുട്ടി കാമുകന്റെ കൈ പിടിച്ചു പോകുമ്പോൾ ഉമ്മ കാൽക്കലേക്ക് വീണു. ഓ യുവാക്കളെ, പൊന്നുമകളുടെ കാൽക്കലേക്ക് വീണ് 2 കാലും കൂട്ടിപ്പിടിച്ച് മോളെ എന്ന് വിളിക്കുമ്പോൾ മകളുടെ 2 കാലിനിടയിലാണ് ഉമ്മയുടെ തല. പക്ഷേ ആ പെൺകുട്ടി ചവിട്ടുന്നത് കാണണം ചെറുപ്പക്കാരെ. ആ ഉമ്മാന്റെ തലയിലേക്ക് ചവിട്ടുന്ന, ഉമ്മയുടെ കഴുത്തിലേക്ക് ചവിട്ടുന്ന ഉമ്മാക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ആ ഉമ്മാന്റെ മാറിടത്തിൽ 2 കൊല്ലത്തോളം ഈ പെൺകുട്ടിക്ക് മുല കൊടുത്ത ഉമ്മ ആ ഉമ്മയുടെ മാറിടത്തിലും അങ്ങ് ചവിട്ടിയപ്പോൾ ആ ഉമ്മ വേദന കൊണ്ട് കൈവിട്ടു മലർത്തി കണ്ണീരൊടുക്കി. ഓ എന്റെ പെങ്ങളെ, ആ ഉമ്മാനെ ചവിട്ടി തുറപ്പിച്ച് ഈ പെൺകുട്ടി മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. മോളെ, 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അനുഭവിച്ചിട്ട് നീ മരിക്കൂ. അല്ലാഹു വലിയവനാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. മോളെ,
കളിക്കരുത്, അരുത്, അരുത്. നിന്റെ ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടരുത്. കോട്ടൂരു സാധന പോലെയുള്ള മഹാന്മാരുടെ വാക്കുകളുണ്ട്. അസ്രാഈലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും തന്നെ ഒരു 15 കൊല്ലം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ഇതുപോലെയുള്ള പ്രസംഗം നടത്തേണ്ട ഒരാവശ്യവുമില്ല. ഇന്നോ കാരവന്മാരെ, ദീനിന്റെ പടയാളികളെ, മഹാന്മാരുടെ പാദസ്പർശം ഏറ്റുപോയ കാസർഗോഡിന്റെ മണ്ണിലും പെൺകുട്ടികളുടെ ചാടിപ്പോക്കുകൾ വ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിതാക്കളെ, കണ്ണു തുറക്കേണ്ടവരെ നമ്മളാണ്, ചിന്തിക്കേണ്ടവരെ നമ്മളാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന മോളെ, എന്റെ മക്കളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ മോളെ, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു മോളെ, അവന്റേത് കഴിയുമ്പോൾ അവൻ നീ മാത്രമായിരിക്കില്ല, ആ ചെറുപ്പക്കാരന് നീ മാത്രമായിരിക്കില്ല, അവന് നിന്നെ പോലത്തെ കുറെ പെൺകുട്ടികൾ ഓർക്കണം മോളെ. നിന്നവൻ ചതിക്കുകയാണ്, വഞ്ചകനാണവൻ, ചതിയനാണവൻ മോളെ, നിന്നവൻ ചതിക്കുകയാണ്. നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടിയിട്ട് ആ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ മോളെ, അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും, അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ആർക്കും വേണ്ടാത്തവളായി നീ റോഡരികിലോ മറ്റോ കിടക്കുമ്പോൾ മോളെ, ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ എൻ്റെ മക്കളോട്, കാസർഗോഡിന്റെ മണ്ണിലുള്ള പ്രിയപ്പെട്ട എൻ്റെ പൊന്നുമക്കളോട്, മോളെ, അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോൾ ആർക്കും വേണ്ടാത്തവളായി, കുടുംബത്തിന് വേണ്ടാത്തവളായി, നാട്ടുകാർക്ക് അത്രയും വേണ്ട നീ. പക്ഷേ ഏത് വ്യക്തി നിന്നെ കൈയൊടിഞ്ഞാലും ആകാശത്തിന്റെ ചുവട്ടിൽ ഒരു ജീവിയെ അല്ലാഹു തആല പടച്ചിട്ടുണ്ട് മോളെ. ആ ജീവി നിന്റെ അരികിലേക്ക് വരും, നിന്റെ മുഖത്ത് നോക്കിയിട്ട് മോളെ എന്ന് വിളിക്കും, നിന്നെ അടച്ചുകൂട്ടും, വീട്ടിൽ കൊണ്ടുപോയി വേറെ നിറയെ ഭക്ഷിപ്പിക്കും. വിഷന്നൊട്ടിയെ നീ ആർത്തിയോടെ കടിക്കുമ്പോൾ നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കരയും. ആരാണെന്നറിയോ മോളെ? നിന്റെ ഉമ്മയാണ് ഈ നിൽക്കുന്നത്, കാമുകനാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഉമ്മ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞപ്പോ മോളെ, നിന്റെ കാൽക്കലേക്ക് വീണ ഉമ്മയില്ലേ, ആര് നിന്നെ വലിച്ചെറിഞ്ഞാലും എൻ്റെ പെൺമക്കളെ, ഉമ്മാക്ക് നിന്നെ മറക്കാൻ പറ്റുമോ? നിന്റെ മാറിടത്തിലുള്ള എല്ലുകൾ മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് ജീവനോടെ കൊത്തിമുറിക്കുന്നുവെങ്കിൽ മോളെ, നിന്റെ വേദന എത്രയാ? അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് മോളെ ഉമ്മ നിന്നെ പ്രസവിച്ചിട്ടുള്ളത്. ഈ പ്രസംഗിക്കുന്നവനെ എൻ്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ എൻ്റെ നെഞ്ചത്തുള്ള എല്ലുകൾ മുറിച്ചു മാറ്റുന്ന ആ സമയത്തുള്ള വേദനയെക്കാളും വലിയ വേദന എൻ്റെ ആൺകുട്ടികളോട് പറയുന്നു, മക്കളെ, ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ആ ഉമ്മയുടെ നെഞ്ചത്തെ ചവിട്ടേട്ട് ഏതെങ്കിലും ഒരു വേഷപ്പെണ്ണുമായി വീട്ടിലേക്കോ കുടുംബത്തിലേക്കോ കയറി ചെല്ലുന്നുവെങ്കിൽ മോനെ, അപകടമാണോ? എൻ്റെ കുട്ടിയോട്, എൻ്റെ അനുജനോട് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ കുട്ടികളിലേക്ക്, പെൺമക്കളിലേക്ക് തന്നെ ഇറങ്ങി വരികയാണ്. മോളെ, നിന്റെ ശരീരത്തിലുള്ള 20ഓ 25ഓ നരമ്പുകൾ മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ടുവന്ന് നിന്റെ തൊലികൾ മുറിച്ചു മാറ്റിയിട്ട് നരമ്പുകൾ അങ്ങ് ഊരി വലിച്ചെടുക്കുന്നുവെങ്കിൽ എൻ്റെ പെൺമക്കളെ, നിങ്ങളുടെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന മോളെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. ആ ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടുന്നത് ഊരു ചുറ്റി നടക്കുന്ന ഒരു ചെക്കിന് വേണ്ടിയിട്ടോ? അവൻ വല്ല സ്ഥിരതയുമുണ്ടോ മോളെ? അവൻ കൊട്ട് വല്ല മംഫഅത്ത്, നിന്നിലുള്ള ആ സുഖം അവൻ വേറെ പെണ്ണിനെയും നോക്കി നടക്കുന്നുണ്ട്, ഓർക്കണം മോളെ. പക്ഷേ ഊരു ചുറ്റി നടക്കുന്ന ഈ ചെക്കന് വേണ്ടിയിട്ട് നിന്റെ ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടുന്നുവെങ്കിൽ അതിലേറെ ഉമ്മയെക്കാളും പാവമാണ് നിന്റെ സാധുവായ ഉപ്പ. ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. മോളെ, നിന്നെ പ്രസവിച്ചതു മുതൽ ആദ്യമായൊരു മോതിരം കൊണ്ടുവന്നത് വാപ്പയാണ്. നിനക്കൊരു വള വാങ്ങിത്തന്നത്, നിനക്കൊരു മാല വാങ്ങിത്തന്നത്, നിന്നെ കല്യാണ സമയം 10 പവൻ ഉണ്ടാക്കി തന്ന ഉപ്പ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പ. ആ വാപ്പയെ സമൂഹത്തിൽ നാണം കെടുത്തിട്ട് ആ ഉപ്പാക്ക് തലപൊക്കി നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വാപ്പയെ വഷളാക്കിക്കൊണ്ട് ഏതോ ഒരുത്തലിന് വേണ്ടി ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അനുഭവിക്കുമ്പോളെ നീ, അനുഭവിക്കുമ്പോണ്ടേ നീ. ഖാലിഖായ റബ്ബ് പിടിച്ചിട്ടേ നിന്നെ വിടൂ.
മോളെ അരുത്, ഒരിക്കലും തന്നെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്, മാതാപിതാക്കളെ കരയിപ്പിക്കരുത്, മാതാപിതാക്കളെ വഷളാക്കരുത്. മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ. നോക്കൂ മക്കളെ, മാതാപിതാക്കൾ ആരാണ്? അഭിവന്ദരായ ഉസ്താദ് അടക്കമുള്ളവരെ ഞാൻ ഇരുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട്. മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു. ദീനിന്റെ പടയാളികളെ, ഈ വഅദ് പറയുന്നവരെങ്ങാനും എൻ്റെ ഉമ്മ ഉപ്പ ആ മുത്തുകൾ എന്ന് വഅദ് പറയുമ്പോൾ രണ്ടുപേരും പള്ളിക്കാട്ടിലാണ്. പടച്ചവരെ, ഉപ്പാപ്പയുടെ സഈദ് ഉപ്പാപ്പയുടെ ഹക്കുകൊണ്ട് മാതാപിതാക്കളുടെ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, നീ സ്വർഗമാക്കണേ റബ്ബേ. ഈ ഒരുമിച്ച് കൂടി എല്ലാവരുടെയും മാതാപിതാക്കളെയും ഞങ്ങളെയും സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. എന്താണ് സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു നോട്ടം നോക്കി ഉപ്പാ ഉമ്മ എന്ന് ഇന്നത്തെ തലമുറ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, ചെറുപ്പക്കാരായ മക്കളെ, നാം അറിയാതെ പോയി, നമുക്കും അറിയാതെ പോയി. നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കുന്നുവെങ്കിൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഒരു ഹജ്ജ് എന്നല്ല പറഞ്ഞത്, മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട പിതാക്കളെ, 8 ലക്ഷം മുടക്കി, 5 ലക്ഷം മുടക്കി 40 ദിവസം അറഫ, മിന, മുസ്ദലിഫ എല്ലാ സ്ഥലവും പോയി ഇബാദത്തെടുത്ത് വന്നാലും മബ്റൂറായ ഹജ്ജ് എന്ന് പറയാൻ പറ്റോ? ഉമ്മ ഉപ്പ ആ മുത്തുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടൊരു നോട്ടം നോക്കുന്നവന് മബ്റൂറായ ഹജ്ജ് ചൊല്ലണേ നാട്ടുകാരെ. മുഹമ്മദ് മുസ്തഫ, നിങ്ങൾക്ക് ശബ്ദല്ലേ ഉറക്കെ ചെല്ലുന്ന്? നിങ്ങൾ നല്ല സ്റ്റോക്കുള്ള ടീമാണ് കാസർകോട്ടേര്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാനേ ഈ മക്കൾ നോക്കി, ഞങ്ങള് 4 ആളപ്പോഴുള്ളത്, ഈ 4 ആൾ കാറ് വിളിച്ച് 6 എണ്ണയാണ്. നിങ്ങളെ കാണില്ലല്ലോ, ഈ ലൈറ്റിന്റെ പ്രസരിപ്പ് കൊണ്ടേ കണ്ണിന് എത്ര കേടാന്നറിയത് നിങ്ങൾ. പക്ഷെ ഈ കുട്ടികളോട് എന്താ പറയാ, അതിപ്പോഴത്തെ ഒരു ഫാഷനാണ്. ഞാൻ വല്ലതും പറഞ്ഞ നിങ്ങൾക്ക് തോന്നി എന്താ ഇയാളിങ്ങനെ, ഇത് വല്ലാത്തൊരു തടസ്സാണ്. നിങ്ങളെ ഞാൻ കാണില്ല, നിങ്ങളെ കണ്ടുപോയെന്ന് പറയുമ്പോഴേ സന്തോഷം എത്രയാ. ഏതായാലും എനിക്ക് ഏതായാലും കൂടുതൽ പറയാൻ സമയമല്ല, ഇനിയൊരു 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഒരു വിഷയം വെച്ച് നല്ലൊരു വാത് പറയണം, പക്ഷേ സാഹചര്യം അനുകൂലമല്ല. ഞാനിവിടെ ഓട്ടപ്പറച്ചില്ല. മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജത്തൻ മബ്റൂറാ. ഒരാൾക്കും തർക്കല്ല. ഉപ്പാപ്പാന്റെ ഹദറത്തിൽ വെച്ച് ഞാൻ പറയുന്നു, വലിയ മഹാനാണ് ഇവിടെ കിടക്കുന്നത്. അവിടുത്തെ ഹദറത്തിൽ വെച്ച് ഞാൻ പറയാ, മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കാൻ കഴിഞ്ഞാൽ ഒരു ഹജ്ജ് എന്നല്ല, മബ്റൂറായൊരു ഹജ്ജ്. ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഹജ്ജ് കഴിഞ്ഞ് വരുന്നവർക്കാണ് ആ പേര് പറയുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ആ ഉമ്മ ഉപ്പ അവരെ വേദനിപ്പിക്കാൻ പറ്റുമോ?